ഹായ് ഗായ്സ്. അപ്പം നമ്മൾ ഫൗണ്ടൻ പെൻ റിവ്യൂവിൻ്റെ വേറൊരു തലത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UPSC മെയിൻസ് റൈറ്റിംഗ് വിത്ത് ഫൗണ്ടൻ പെൻ. പേര് കേൾക്കുമ്പോൾ കുറച്ച് വിയേർഡായിട്ട് തോന്നാം. ഫൗണ്ടൻ പെന്നുകൊണ്ട് എഴുതി ആൾക്കാർ പാസ്സായിട്ടുണ്ട്, റാങ്ക് മേടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചരിത്രമുണ്ട്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഭൂരിഭാഗം പേർക്കും ഫൗണ്ടൻ പെൻ സ്പീഡ് കിട്ടത്തില്ല. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത് നിൽക്കത്തില്ല, സത്യം തന്നെയാണ്. പക്ഷേ ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് വേറെ ടെക്നിക്കലായിട്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പരമായിട്ടോ എനിക്കൊന്നും പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. ഞാൻ അതിൻ്റെ ആളുമല്ല. അപ്പം ഞാൻ മെയിൻലി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫൗണ്ടൻ പെന്നും പെൻ റിലേറ്റഡ് ടു മെയിൻസ് റൈറ്റിംഗ്, അതാണ് എൻ്റെ വിഷയം. അപ്പം പെൻസ് ഉപയോഗിക്കുമ്പോൾ ഫൗണ്ടൻ പെൻസ് ഉപയോഗിച്ചാൽ എന്തായാലും കുറച്ച് സ്പീഡ് കുറവായിരിക്കും. നമുക്കറിയാം, റണ്ണിങ് ലെറ്റേഴ്സിൽ സ്പീഡിന് എഴുതാനായിട്ട് മാത്രമേ ഫൗണ്ടൻ പെൻസ് കൊണ്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ബോൾ പെൻ വെച്ച് എഴുതുമ്പോൾ നമ്മൾ ലെറ്റർ ബൈ ലെറ്ററായിട്ട് എടുത്തെടുത്തല്ലേ എഴുതുന്നത്. ഫൗണ്ടൻ പെന്നാകുമ്പോൾ നമ്മളിങ്ങനെ ഒറ്റ സ്ട്രെച്ചില്ലെങ്കിൽ ഇതിൽ റണ്ണിങ് ലെറ്ററിൽ എഴുതാനേ സ്പീഡ് കിട്ടത്തുള്ളൂ. അതും നല്ല പഴക്കം ഉള്ള കൈക്ക് വഴങ്ങിയ ഒരു പെന്നുണ്ടെങ്കിൽ മാത്രമേ ഇച്ചിരി സ്പീഡ് കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പം മെയിൻസിൻ്റെ നമ്മൾ സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ, മെയിൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പരീക്ഷ എഴുതുന്ന പാറ്റേൺ വളരെ ഡിഫറെൻ്റാണ്. നമുക്ക് 10 മിനിറ്റിലൊക്കെ ഒരുപാട് വേർഡ്സ് എഴുതണം. ഒരു ക്വസ്റ്റ്യന് നല്ല 250 ഒരു സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇത് 250 വേർഡ്സിൻ്റെ ക്വസ്റ്റ്യനാണ്. നമ്മളെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, ഹെഡിങ്, പിന്നെ ഡയഗ്രാം, അതിൻ്റെ ലേബലിങ് എല്ലാം ഇപ്പം നമ്മൾ റണ്ണിങ് ലെറ്ററിലാണ് ഇത് എഴുതുകയാണെങ്കിൽ മഹാവൃത്തികേടായിരിക്കും. ഒരുത്തിന് വായിക്കാനും പറ്റത്തുമില്ല. എക്സാമിനേഷന് നോക്കുന്ന ആൾ വെട്ടിത്തിരുത്തി കളയുകയും ചെയ്യും. കാര്യമൊക്കെ ഉണ്ടായിരുന്നാലും വൃത്തികേടായിട്ട് എഴുതിയാൽ അവർ വെട്ടിക്കളയും, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് റണ്ണിങ് ലെറ്റേഴ്സിൽ എഴുതുന്നതിനേക്കാളും ഇച്ചിരി കുറച്ച് വായിക്കാൻ പരുവത്തിന്, ഭയങ്കര നീറ്റല്ലെങ്കിലും കൂടി ഇച്ചിരി വായിക്കാൻ പരുവത്തിന് നമ്മൾ ഹെഡിങ്സൊക്കെ വെച്ചിട്ട് നമ്പേഴ്സ് വേണമെങ്കിൽ ഇടാം. അങ്ങനെയൊക്കെ ഇട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് ഒരു നീറ്റായിട്ടുള്ളൊരു ആൻസർ പാറ്റേണാണ് UPSC പ്രതീക്ഷിക്കുന്നത് നമ്മളെ ഇന്ന്. ഈവൻ പോയിൻറ്റ്സൊക്കെ എഴുതുമ്പം കൂടി നമ്മൾ നീറ്റെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വായിക്കാൻ പരുവത്തിന് എഴുതണം. മെയിനായിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് സ്പീഡാണ്. നല്ല സ്പീഡിൽ എഴുതി എത്താൻ പറ്റത്തുള്ളൂ. അത് മെയിൻസ് എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത്. കൈ ഒടിയുന്ന ഒരു എക്സാമാണ്. കൈ ഒടിയുന്നതെന്ന് വെച്ചാൽ മിക്ക ആൾക്കാരും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ റൈറ്റിംഗ് പാറ്റേൺ, മലയാളികളുടെ റൈറ്റിംഗ് പാറ്റേൺ കുത്തി പിടിച്ച് എഴുതുന്നവരാണ്. ഇങ്ങനെ കുത്തി പിടിച്ച് ഇങ്ങനെ ബലമൊക്കെ കൊടുത്ത് പേപ്പറിൻ്റെ അപ്പുറത്ത് മാർക്കൊക്കെ വീണ് തുളച്ച് കയറി പോകുന്ന രീതിയിലൊക്കെ എഴുതുന്ന ആൾക്കാരാണ് കൂടുതലും. അവർക്കൊക്കെ അറിവുണ്ടായിരിക്കും, കാര്യങ്ങളൊക്കെ അറിയായിരിക്കും, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോ ഇതൊക്കെ കാര്യങ്ങൾ എല്ലാം അറിയായിരിക്കും. പക്ഷേ ഈ എഴുതുന്ന ഇതിൽ വരുമ്പോഴാണ് മിക്ക ആൾക്കാരും ഡൗണായി പോകുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ എഴുതുന്നതിൽ സ്പീഡ് വരുത്തുകയെന്ന് വെച്ചാൽ ഈ കുത്തി പിടിച്ചെഴുതിയ സ്പീഡ് വരത്തേയില്ല. വേണമെങ്കിൽ നമുക്ക് അക്ഷരം ക്ലിയർ ആക്കാം, പക്ഷെ നമുക്ക് വേണ്ടത് അത്യാവശ്യം നീറ്റ്നെസ്സും പിന്നെ സ്പീഡുമാണ്. അപ്പോൾ അത് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു മാർഗ്ഗം സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പല മാർഗ്ഗങ്ങളുണ്ട്. ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യുന്ന മാർഗ്ഗം എന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരുവിധം ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നമ്മൾ വരുമ്പോൾ നമ്മൾ ഫൗണ്ടൻ പെൻ എടുക്കുക. ഈ എഴുതുന്നത് നമ്മളിങ്ങനെ റണ്ണിങ് ലെറ്ററിൽ എഴുതാതെ അല്ലാത്ത ലെറ്റേഴ്സിൽ എഴുതി നമ്മൾ ഈ ഫൗണ്ടൻ പെന്ന് കൊണ്ട് നമുക്ക് എത്ര മാക്സിമം സ്പീഡ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നോ അത്രയും സ്പീഡ് അറ്റൈൻ ചെയ്യാൻ ആദ്യം ശ്രമിച്ചിട്ട് നമുക്കൊരു മാക്സിമം സ്പീഡായെന്ന് തോന്നുമ്പോൾ ഈ ഫൗണ്ടൻ പെന്ന് പതുക്കെ മാറ്റിയിട്ട് ഒരു ബോൾ പെന്നാക്കുക, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബോൾ പെന്നാക്കുക. അപ്പോൾ ഈ കുത്തിപ്പിടിച്ചെഴുതി ഫൗണ്ടൻ പെന്നിൽ നമ്മൾ കുത്തിപ്പിടിച്ചെഴുതിയാൽ ശരിയാവത്തില്ല. അപ്പോൾ നമ്മൾ അതൊരു കുറച്ച് പിടിക്കേണ്ട രീതിയും എല്ലാമൊക്കെ ഒന്ന് മാറി വരും. കുറച്ച് എന്താ പറയുക, പ്രഷർ കൊടുക്കാതെ എഴുതാൻ പഠിക്കും അതിൽ. അങ്ങനെ ഫൗണ്ടൻ പെൻ പൊതുവേ സ്പീഡ് കുറഞ്ഞാണ് എഴുതാൻ പറ്റത്തുള്ളൂ, സ്പീഡ് കുറച്ച് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിലൊരു മാക്സിമം സ്പീഡ് അറ്റൈൻ ചെയ്തിട്ട് ഇതുപോലൊരു ബോൾ പെൻ എടുത്ത്, പലർക്കും പല ബോൾ പെന്നായിരിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ഒരു ബോൾ പെൻ ചൂസ് ചെയ്തിട്ട് നമ്മൾ അവസാനം എക്സാമിന് മുമ്പുള്ള കുറച്ച് റൈറ്റിങ്സിൽ നമ്മൾ ഇങ്ങനെ ആൻസർ ചെയ്ത് നോക്കിയാൽ നല്ല സ്പീഡിൽ എഴുതാൻ പറ്റും. ലിമിറ്റഡ് ടൈമിനുള്ളിൽ 250 വേർഡ്സൊക്കെ
ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പം ഇതൊരു ടെക്നിക്കാണ്, ഇതൊരു പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിലാണ് ഞാനിത് പറഞ്ഞത്. ചില ആൾക്കാർക്ക് ഇത് വർക്ക് ആകാതെ വരുമായിരിക്കും. അത് പേഴ്സണലായി എന്തായിരുന്നാലും ഇതൊരു പേഴ്സണലായിട്ടുള്ളൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. എതിരഭിപ്രായമുള്ളവർ ഉണ്ടായിരിക്കാം, ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക. അതിനെക്കുറിച്ച് വേറെ ഈ ടെക്നിക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ട് ചെയ്യാം എന്ന് എന്തെങ്കിലും ഐഡിയാസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയുക. ഇപ്പോൾ എന്തായാലും ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണ് ഞാനിത് ഇടുന്നത്. ഞാനിതിൽ ഭയങ്കര എക്സ്പെർട്ടാണെന്നൊന്നും ഞാൻ പറയത്തില്ല, ഞാനൊരു ഐഡിയ സജസ്റ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ബോൾ പെൻസിൽ ഏറ്റവും കൂടുതൽ നല്ല സ്പീഡ് കിട്ടുന്ന പെൻസിലെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാനൊരു ആവറേജ് എടുക്കുകയാണ്. പല ആൾക്കാർക്കും പല ഇതായിരിക്കും. സെല്ലോ ഗ്രിപ്പറൊക്കെ ഇഷ്ടമുള്ളവരുണ്ട്, അതിൽ സ്പീഡുള്ള ആൾക്കാരുമുണ്ട്. ഇപ്പോൾ ആവറേജ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്പീഡ് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ പൈലറ്റിൻ്റെ ഹൈടെക് പോയിൻ്റ് എന്ന് പറയുന്ന പെന്ന്. ഇത് നല്ല ഓൾമോസ്റ്റ് ആവറേജ് എല്ലാവർക്കും നല്ല സ്പീഡിൽ എഴുതാൻ പറ്റുന്ന പെന്നാണ്. ഇതുപോലെ വേറൊരു പെന്നൂടെ ഉണ്ട്, യൂണിബോളിൻ്റെ പെൻ. യൂണിബോളിൻ്റെ 65 രൂപയേ ഉള്ളൂ. യൂണിബോളിൻ്റെ ജപ്പാൻ ടെക്നോളജി, മിസ്റ്റുബിഷിയാണ് പാരൻറ്റ് കമ്പനി എന്ന് തോന്നുന്നു. അപ്പോൾ ആ പെന്നും ഏകദേശം ഇതുപോലെ ഇരിക്കും. കുറച്ച് ഇങ്കൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള പെന്നായിരിക്കും. അത് നല്ലൊരു പെന്നാണ്, നല്ല സ്പീഡ് കിട്ടുന്ന പെന്നാണ്. വേറെ ഒരു പ്രശ്നമില്ല, അതിനെ വിശ്വസിച്ച് എവിടെ വേണോ കൊണ്ടുപോകാം. അതെൻ്റെ ഒരു സാമ്പിൾ കാണിക്കാനില്ല, ഉണ്ടായിരുന്നു, എല്ലാം ഞാൻ മാറ്റിയായിരുന്നു. ഇല്ലെന്ന് ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാമായിരുന്നു. ആ ഒരു പെന്നും നല്ലൊരു ക്വാളിറ്റിയാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഇതുപോലെ വളരെ കുറഞ്ഞ പൈസയ്ക്ക് കിട്ടുന്നത് പോലെ, ഇത് 0.6 ആണെന്ന് തോന്നുന്നു. ഇത് നല്ല ആക്ച്വലി ലൈറ്റ് വെയ്റ്റാണ്. ലൈറ്റ് വെയ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കും, അത് അവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു ഐറ്റം എന്താ, ഇതുപോലത്തെ ഇതൊക്കെ വില കുറവുള്ള പെന്നാണ്, ഇതൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത്, നമ്മൾ ഫൗണ്ടൻ പെന്നിൽ അതായത് ഒരു ഹാർഡായിട്ടുള്ളൊരു ടാസ്ക് കൊടുക്കുക, എന്നിട്ട് അതിനെ ഈസി ആക്കിയാൽ വളരെ നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. വളരെ ഒരു ഹാർഡായിട്ട് ഫൗണ്ടൻ പെൻ വെച്ചിട്ട് എഴുതി നോക്കി അതിൽ സ്പീഡ് വരുത്തുകയാണെങ്കിൽ പിന്നെ ഈ ബോൾ പെന്നിൽ പുഷ്പം പോലെ എഴുതാം. ആ ഒരു ഐഡിയയാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഐഡിയ ഇതാണ്. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. മെയിൻസ് എഴുതുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കാം, നിങ്ങൾക്ക് സ്പീഡ് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, ഹാൻഡ് റൈറ്റിംഗ് നന്നാവുന്നുണ്ടോ. ഹാൻഡ് റൈറ്റിംഗ് നന്നാവുക എന്ന് ഉദ്ദേശിക്കുന്നത് റീഡബിൾ ആയിരിക്കണം, അല്ലാതെ ECG എടുത്ത പോലെ എഴുതിയിട്ട് കാര്യമില്ലല്ലോ തന്നെ. അപ്പോൾ അങ്ങനെ പരീക്ഷിച്ച് നോക്കുക. പ്രാക്ടീസ് ചെയ്യുന്നവർ, മെയിൻസ് എഴുതാൻ ഉദ്ദേശിക്കുന്നവർ, മെയിൻസ് എഴുതാൻ പോകുന്നവർ എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഇവിടെ കമൻറ്റ് ചെയ്യുക. എനിക്കും അതുവഴി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന വിശ്വാസവുമായി ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. താങ്ക് യു എവരിവൺ.